ഇറാനും ഇസ്രയേലും തമ്മിലുള്ള യുദ്ധത്തിലേക്ക് അമേരിക്ക കൂടി കാലെടുത്ത് വെച്ചിരിക്കുകയാണ്. ഇനി സംഭവിക്കാൻ പോകുന്നത് ഇറാൻ വളരെ ശക്തിയായിട്ട് അമേരിക്കയുടെ മിഡിൽ ഈസ്റ്റിലും മുസ്ലിം രാജ്യങ്ങളിലുമുള്ള സൗദി, ഖത്തർ, കുവൈത്ത്, ഇറാഖ്, സിറിയ, ദുബായ്, ETC എന്ന സ്ഥലങ്ങളിലുള്ള അമേരിക്കയുടെ പട്ടാള താവളങ്ങൾ മുഴുവൻ ഇനി ഇറാൻ ആക്രമിക്കാൻ പോവുകയാണ്. അങ്ങനെയെങ്കിൽ അത് മിഡിൽ ഈസ്റ്റിനെയും ആ യുദ്ധത്തിലേക്ക് വലിച്ചേക്കും. അത് കാരണം ലോകം സാമ്പത്തിക മാന്ദ്യത്തിലേക്ക് കൂപ്പുകുത്തുകയും ചെയ്യും. എണ്ണവില കുത്തനെ കൂടും. നമ്മുടെ കേരളത്തെ അത് നന്നായിട്ട് ബാധിക്കുകയും ചെയ്യും. യുദ്ധം കൂടുതൽ തലത്തിലേക്ക് പടരും. ഇറാനെതിരെ യൂറോപ്യരും അറേബ്യൻ രാജ്യങ്ങളും ഒന്നിക്കും. അങ്ങനെയാണെങ്കിൽ നമ്മുടെ പ്രവാചകൻ പ്രവചിച്ച യുദ്ധത്തിലേക്ക് ആവും പോകുന്നത്. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഇങ്ങനെ പറയുകയുണ്ടായി, നിങ്ങൾ ഒരുമിച്ച് ഒരു ശക്തിക്കെതിരെ യുദ്ധം ചെയ്യും. അന്ന് നിങ്ങളും പാശ്ചാത്യരും കൂട്ടുകാരായിരിക്കും. പക്ഷേ അവർ പിന്നീട് നിങ്ങളെ ചതിക്കും. ഇത് ഇറാനെതിരെ ആയിരിക്കുമെന്ന് പല പണ്ഡിതന്മാരും വ്യക്തമാക്കിയിരുന്നു. അറബ് രാജ്യങ്ങളും ഇറാനും കാലങ്ങൾക്ക് മുമ്പേ ശത്രുക്കളാണ് സുന്നി ഷിയ സംഘർഷത്തിൽ. അങ്ങനെയെങ്കിൽ ലോകത്തിലെ ഏറ്റവും വലിയ അവസാനത്തെ യുദ്ധത്തിലേക്കായിരിക്കും ഈ യുദ്ധം ചെന്നെത്തുക. അങ്ങനെയെങ്കിൽ ഇമാം മഹ്ദിയും ലോകത്തിലെ ഏറ്റവും വലിയ ഫിത്നയായ ദജ്ജാലിനെയും ഈസാ നബിയുടെയും കാലഘട്ടമായിരിക്കും ഇത്.